ഒരു 15 ദിവസത്തെ വോയേജിന് ശേഷം നമ്മളങ്ങനെ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ ചുമ്മാ പുറത്ത് പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ടാക്സി എത്തിയിരിക്കുകയാണ്. ഒരുപാട് നേരം നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. എന്തായാലും നമ്മൾ പുറത്തു പോകാൻ തിരഞ്ഞെടുത്ത ദിവസം കൊള്ളാം. ഇന്ന് ഹീറ്റ് ഡേ ആണ്, അതായത് ബ്രിസ്ബെയിനിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ദിവസമാണിത്. ഇതറിയാതാണ് നമ്മൾ ഇറങ്ങിയത്. ആദ്യം തന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ അടുത്ത സൈറ്റ് സീനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ DFO എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഷോപ്പിലേക്ക് എത്തി. എല്ലാവിധ ബ്രാൻഡുകളുടെയും ഷോറൂം ഇവിടെയുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി. നമുക്ക് സ്ഥലങ്ങൾ കാണുന്നതാണല്ലോ മെയിൻ. അങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പട്ടേന്ന് നമ്മൾ വെളിയിൽ ചാടി. നമ്മുടെ മെയിൻ ലക്ഷ്യം എന്താ, ബ്രിസ്ബെയിൻ സിറ്റി കുറച്ചൊക്കെ ഒന്ന് കറങ്ങി. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് ക്യൂൻ സ്റ്റേറ്റിലേക്കാണ്. ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്റ്റേറ്റായ ക്യൂൻസ്ലാൻഡിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ബ്രിസ്ബെയിൻ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബീച്ചുകളുള്ള കൺട്രിയാണ് ഓസ്ട്രേലിയ. ഏകദേശം 10,000 മുതൽ 12,000 ബീച്ചുകളാണ് ഓസ്ട്രേലിയയിലുള്ളത്. 25,000 കിലോമീറ്ററിൽ കൂടുതൽ കോസ്റ്റൽ ലൈൻ ഉള്ള ഓസ്ട്രേലിയ പസഫിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, സതേൺ ഓഷ്യൻ എന്നിങ്ങനെ 3 സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. ക്യൂൻസ്ലാൻഡിൽ എന്താണ് പ്രത്യേകതയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ഫേമസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്രേറ്റ് ബാരിയർ റീഫ്, നല്ല സുന്ദരമായ ബീച്ചുകൾ, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകൾ, ഇതൊക്കെയാണ് ക്യൂൻസ്ലാൻഡിന്റെ പ്രത്യേകതകൾ. അങ്ങനെ നമ്മൾ ഏകദേശം ബ്രിസ്ബെയിൻ സിറ്റിയുടെ സെന്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്നത് ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റിയാണ്. 1971 സ്ഥാപിച്ച ഈ യൂണിവേഴ്സിറ്റി ലോകത്തിലെ തന്നെ ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്. അങ്ങനെ നമ്മൾ ബ്രിസ്ബെയിൻ നദിയുടെ തീരത്തേക്ക് എത്തിയിരിക്കുകയാണ്. കൾച്ചറൽ മ്യൂസിയംസ്, ഗാലറീസ്, അതുപോലെ തന്നെ നല്ല നല്ല പാർക്കുകൾ, അതുപോലെ ബൊട്ടാണിക്കൽ ഗാർഡൻസ്, ഇതെല്ലാമാണ് ഈ നദിയുടെ കരകളിലുള്ളത്. സഹിക്കാനാവാത്ത വെയിലായതിനാൽ എവിടെ നിന്ന് ഫോട്ടോ എടുക്കാനോ അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് പകർത്താനോ ഒന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ബ്രിസ്ബെയിൻ സിറ്റിയുടെ ഹൃദയഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ആകാശം തൊട്ടു നിൽക്കുന്ന പടുകൂറ്റൻ കെട്ടിടങ്ങളും ബ്രിസ്ബെയിൻ നദിയും അതിനോട് ചേർന്നുള്ള ലോണും എല്ലാം കൊണ്ടും വളരെ ഭംഗിയാണ്. പുതിയൊരു സിറ്റി എക്സ്പ്ലോർ ചെയ്ത സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ.